നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിൽ പൂഴിക്കടകനുമായി മഞ്ഞക്കടമ്പൻ. പുതിയ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ജോസഫ് ഗ്രൂപ്പ് നേതാവ്. അങ്ങനെ ആറാമത്തെ കേരള കോൺഗ്രസ് പിറവിയെടുത്തു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനും ഒക്കെയായിരുന്ന സജി മഞ്ഞക്കടമ്പൻ പുതിയ കേരള കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. ഇതിലൂടെ കേരളത്തിൽ നിലവിൽ ആറാമത്തെ കേരള കോൺഗ്രസ് ആണ് പ്രവർത്തനം തുടരുക. KM മാണിയുടെ മകനായ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണിയിൽ പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ്, UDFന്റെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഇപ്പോഴത്തെ മന്ത്രി ഗണേഷ് കുമാർ നയിക്കുന്ന കേരള കോൺഗ്രസ് B, മുൻ മന്ത്രി ആന്റണി രാജു നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ്, അന്തരിച്ച സ്കറിയ തോമസ് രൂപീകരിച്ച കേരള കോൺഗ്രസ്. ഈ തരത്തിൽ 5 കേരള കോൺഗ്രസ് പ്രവർത്തിച്ചു വരുന്നതിന്റെ ഇടയിലാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും പുറത്തുവന്ന സജി മഞ്ഞക്കടമ്പൻ പുതിയ കേരള കോൺഗ്രസ് പ്രഖ്യാപനം നടത്തിയത്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിരുന്ന KM മാണി പറയുമായിരുന്നു ഒരു പ്രയോഗം കേരള ജനത മറന്നിട്ടില്ല. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് മാണി പറഞ്ഞത് നിരന്തരം പിളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ വിലയിരുത്തിക്കൊണ്ടാണ്. ഏതായാലും ജന്മനാ തന്നെ പിളർപ്പിന്റെ ജാതകം എഴുതിയിട്ടുള്ള കേരള കോൺഗ്രസ് പിന്നെയും പിളർന്നുകൊണ്ട് മലയാളികളെ അത്ഭുതപ്പെടുത്തുകയാണ്. നിലവിലുള്ള കേരള കോൺഗ്രസുകൾ LDFലും UDFലും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സജി മഞ്ഞക്കടമ്പൻ പ്രഖ്യാപിച്ച പുതിയ കേരള കോൺഗ്രസ് ഈ 2 മുന്നണിയെയും വിട്ടുകൊണ്ട് BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയിൽ ചേരുന്നതിനും ആ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനും ആണ് തീരുമാനിച്ചിരിക്കുന്നത്. സജി മഞ്ഞക്കടമ്പന്റെ ജോസഫ് കേരള കോൺഗ്രസിൽ വലിയ തോതിൽ പ്രവർത്തകർ കോട്ടയം ജില്ലയിൽ പാർട്ടി വിടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ചില നേതാക്കളും ജോസഫ് ഗ്രൂപ്പ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ സംഭവങ്ങൾ സജി മഞ്ഞക്കടമ്പന് വലിയ ഊർജമാണ് പകർന്നുകൊടുത്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം കേന്ദ്രീകരിച്ച് തന്റെ അനുഭാവികളുടെ യോഗം പലതവണ വിളിച്ചുകൂട്ടുകയും ഏറെ നീണ്ട ചർച്ചകൾ നടത്തുകയും ചെയ്ത ശേഷമാണ് സജി ഇപ്പോൾ സ്വന്തമായി പാർട്ടി പ്രഖ്യാപിക്കാനും ആ പാർട്ടി BJP പിന്തുണയ്ക്കുന്ന കാര്യം പ്രഖ്യാപിക്കാനും തീരുമാനമെടുത്തത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടുവന്ന സജി മഞ്ഞക്കടമ്പനെ സ്വാധീനിക്കാനും പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനും മാണി ഗ്രൂപ്പ് നേതാക്കൾ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും നേരിട്ട് തന്നെ സജി മഞ്ഞക്കടമ്പനുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 മുന്നണികളിൽ ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസുകളുമായി സഹകരിച്ചു പോകുന്നത് കൊണ്ട് പ്രത്യേക ഗുണം ലഭിക്കില്ല എന്ന തിരിച്ചറിവാണ് മഞ്ഞക്കടമ്പനെ പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഇതിനിടെ സജി മഞ്ഞക്കടമ്പനുമായി BJPയുടെ സീനിയർ നേതാക്കളടക്കം പലരും രഹസ്യ ചർച്ച നടത്തിയതായും നേതാക്കളുടെ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് സജി മഞ്ഞക്കടമ്പൻ സ്വന്തം പാർട്ടിയെ BJPയുമായി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനിച്ചത് എന്നുമാണ് അറിയുന്നത്. പാർട്ടി പ്രഖ്യാപന അവസരത്തിൽ തന്നെ പുതിയ പാർട്ടി കോട്ടയത്ത് BJP മുന്നണിയിലെ ഘടകകക്ഷിയായ BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന കാര്യവും പരസ്യമായി അറിയിക്കുകയുണ്ടായി. ദേശീയ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയും ആ സാഹചര്യം പരമാവധി മുതലെടുക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് സജി മഞ്ഞക്കടമ്പന്റെ ഉന്നം. BJPയെ പോലെ തന്നെ ദേശീയ തലത്തിൽ ശക്തിയുള്ള പാർട്ടിയോട് ഒപ്പം ചേർന്ന് നിന്നാൽ കിട്ടാവുന്ന സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും ഈ നേതാവ് മുൻകൂട്ടി കാണുന്നുമുണ്ട്. അർഹമായ സ്ഥാനം നൽകും എന്ന് BJP നേതാക്കൾ മഞ്ഞക്കടമ്പന് ഉറപ്പ് നൽകിയതായി വാർത്തയുണ്ട്. ഈ കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. കേരള കോൺഗ്രസിലെ ഏത് ഗ്രൂപ്പും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്തുമത വിശ്വാസികളുടെ ശക്തിയിൽ നിലനിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നാണ് അർത്ഥം. ജീവിതത്തിൽ മതന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്തീയ വിശ്വാസികളുടെ പിന്തുണയുള്ള ഒരു പുതിയ പാർട്ടി, ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന BJPയുടെ ഒപ്പം ചേരാൻ സാഹചര്യമുണ്ടായാൽ കേരളത്തിൽ ഭാവിയിൽ BJPക്ക് അത് വലിയ ഗുണം ഉണ്ടാക്കും എന്ന വിലയിരുത്തൽ കൂടി BJP ദേശീയ നേതാക്കൾ കാണുന്നുണ്ട്. ഈ പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് സജി മഞ്ഞക്കടമ്പന്റെ നേതൃത്വവും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണയും BJP നേതാക്കൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. സജി മഞ്ഞക്കടമ്പൻ നേതൃത്വം കൊടുക്കുന്ന പുതിയ കേരള കോൺഗ്രസ് മറ്റൊരു ക്രിസ്ത്യാനികളുടെ പാർട്ടിയായി മാറുമ്പോൾ അത് BJP മുന്നണിക്ക് എത്ര കണ്ട് ഗുണം ചെയ്യും എന്നത് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യമാണ്.
കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ മധ്യ കേരളത്തിലെ പ്രദേശങ്ങളിൽ ഭൂരിഭാഗം കർഷകരും റബ്ബറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതു വലതു മുന്നണികൾ കർഷകരോട് ഒരു ഘട്ടത്തിലും നീതി പുലർത്തിയിട്ടില്ല എന്ന് ക്രിസ്തുമത മേധാവികൾ പരിഭവിക്കുന്ന സ്ഥിതി നിലവിലുണ്ട്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ഭരിക്കുന്നവർ വിചാരിച്ചാൽ മാത്രമാണ് റബ്ബർ കർഷകരെ സഹായിക്കാൻ കഴിയുക എന്ന വിശ്വാസവും ചില സഭാ അധ്യക്ഷന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇടതു വലതു മുന്നണികൾക്ക് ഒപ്പം ചേർന്ന് പോകുന്ന കേരള കോൺഗ്രസുകളെ തള്ളിക്കളഞ്ഞ് സജി മഞ്ഞക്കടമ്പിന്റെ പുതിയ പാർട്ടി BJPയോട് ഒപ്പം ചേർന്നുകൊണ്ട് കർഷകർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ കർഷക സമൂഹത്തിൽ ഉണ്ടായാൽ നിലവിൽ ശക്തമായി നിൽക്കുന്ന ജോസ് കെ മാണിയുടെയും PJ ജോസഫിന്റെയും കേരള കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിത്തീരും എന്നുള്ളത് ഉറപ്പാണ്. നന്ദി, നമസ്കാരം.